വയനാട് മേപ്പാടിയിൽ വാഹനാപകടം. അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. സീബ്ര ലൈനിലൂടെ നടന്നു പോകുന്ന വിദ്യാർത്ഥികളെ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അതിന്റെ പുറകിൽ അതാ രണ്ട് കുട്ടികൾ കണ്ടോ, അതുണ്ടോ കണ്ടോ. അന്നേരം വളരെ ദാരുണമായ ഒരു സംഭവം നടക്കേണ്ടതായിരുന്നു. എന്തായിരുന്നാലും വളരെ ഭാഗ്യം കൊണ്ട്, ആ അച്ഛനമ്മമാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് രണ്ട് കുട്ടികളും രക്ഷപ്പെട്ടത്. ഈ സ്കൂൾ സമയത്ത് നിയമപരമായിട്ട് ഓടാൻ പാടില്ലാത്ത ടിപ്പറുകൾ അത് ലക്കാനില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം രാവിലെ ആയാലും കറക്റ്റ് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ ആ സമയത്ത് തന്നെയാണ് ഈ ടിപ്പറിൻ്റെ മരണപ്പാച്ചിൽ. കുട്ടികൾ വളരെ എന്താ പറയുക, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ടിപ്പർ ലോറിക്കാരുടെ ഈ തരത്തിലുള്ള ശ്രദ്ധയില്ലാത്ത ഓട്ടം. ആ സീബ്ര ലൈനിലാണ് ആ കുട്ടി ഇന്ന് രണ്ട് കുട്ടികൾ വണ്ടിയുടെ അടിയിലേക്ക് പോയത്. ആ അടിയിലേക്ക് പോയ ടയറിന്റെ അടിയിൽ നിന്നാണ് ആ കുട്ടികൾ രണ്ടുപേരും. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഫൈസൽ, ഈ സംഭവം അത് എപ്പോഴായിരുന്നു? മാത്രമല്ല ഈ കുട്ടികളുടെ ആരോഗ്യനില അതൊക്കെ എങ്ങനെ? ആദ്യമായി കുട്ടികളുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. വലിയ ഗുരുതരമായ പരിക്കുകളില്ലാതെ തന്നെ കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് ആശ്വാസമായി തന്നെ നമുക്ക് പറയാം. പക്ഷേ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരസ്യമായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ്. നമുക്കറിയാം 4 മണി മുതൽ 5 മണി വരെ ഈ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ടിപ്പർ, ടോറസ് ലോറികൾ ഓടാൻ പാടില്ല. പക്ഷേ ഈ ഒരു ലോറി എന്ന് പറയുന്നത് 100%, അതായത് ഫുൾ ലോഡുമായി വന്ന ലോറി സീബ്ര ലൈനിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ ഇടിച്ചിടുകയായിരുന്നു. ഈ വിദ്യാർത്ഥികൾ തൽക്ഷണം ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് ഈ കുട്ടികളെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തത്. തുടർന്ന് ഈ കുട്ടികളെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ലോറി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് മേപ്പാടി ടൗണിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആകെ ഒരു ബസ് സ്റ്റാൻഡാണുള്ളത്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു സീബ്ര ലൈനാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒരേ സമയം 4 മണി മുതൽ 5 മണി വരെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒരേ സമയം കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അത് അമിത വേഗതയിലും ഒരു ശ്രദ്ധയുമില്ലാതെയാണ് ഈ ടിപ്പർ ഈ ഒരു റോഡിലൂടെ ഓടിച്ചു വന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള നിയമ നടപടി ഈ ലോറിക്കെതിരെയും ലോറി ഓടിച്ച ഡ്രൈവർക്കെതിരെയും എടുക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വർഷം